മാത്സ് മലയാളം PYQ സെഷനിൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2026 ജനുവരി മാസം നടത്തിയിട്ടുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിലെ ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിലെ 15 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം പുതിയ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി പോവാം. അപ്പൊ നമുക്ക് ആദ്യം മലയാളത്തിലെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ശരിയായ പദം ഏത്? ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായിട്ട് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. എന്താണ്, ഒക്കെ കാണുമ്പോൾ ഒരേപോലെ തന്നെയാണ് അല്ലെ, വൃഷ്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ശരിക്കും വൃഷ്ടി എഴുതുക? വൃഷ്ടി എങ്ങനെ എഴുതുക? ഈ രീതിയിലാണ് എഴുതുക. അതായത് ഈ ഒരു രീതിയിലാണ് വൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്നത് അല്ലെ. വൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മഴയാണ് അല്ലെ. നമ്മൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ശൈലവൃഷ്ടി, സംവഹന വൃഷ്ടി. അവിടെ വൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? മഴേനെയാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് വൃഷ്ടി എന്നത് എഴുതുന്നത്? ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ്. ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ടായാണ്. ഈ ഒരു രീതിയിലാണ് വൃഷ്ടി എഴുതുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പദങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഹാർദമാണ്. പലപ്പോഴും തെറ്റിക്കാറുണ്ടാവും, ഇങ്ങനെ ഹാർദവം എന്ന് കാണും. അതെന്താണ്? തെറ്റായിട്ടുള്ളതാണ് കേട്ടോ. ഹാർദവം ഒരിക്കലും പറയില്ല, ഹാർദം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് സൗഹാർദ്ദം. സൗഹാർദ്ദം എന്നാണ് ശരിയായിട്ട് എഴുതേണ്ടത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കട്ടെ. ഓരോ വാക്കും തരുന്നത് അത് നിങ്ങൾ ഒരു 4-5 തവണ എഴുതിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല. അതൊക്കെ ഇങ്ങനെ എഴുതി, ഈ സ്പെല്ലിംഗ് ടെസ്റ്റ് ഒക്കെ ഏറ്റവും പഠിക്കാൻ എളുപ്പം എങ്ങനെയാണ്? ഒരു 4-5 തവണ ഇങ്ങനെ എഴുതുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പദം പരിചയമായിട്ട് വരും. അപ്പൊ നമുക്കൊരു പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് തെറ്റാണ്, ഈ രീതിയിലായിരിക്കും എഴുതുക എന്നുള്ളൊരു കാര്യം മനസ്സിലേക്ക് വന്നോളൂ. അപ്പൊ എഴുതി പഠിക്കട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഹാർദം ഈ ഒരു രീതിയിൽ, സൗഹാർദ്ദം ഈ ഒരു രീതിയിൽ നോക്കി വെക്കണേ. ഇനി അടുത്തത് സമ്രാട്ടാണ്. പലപ്പോഴും ഓപ്ഷനിൽ എങ്ങനെയും കാണുക, സാമ്രാട്ട് എന്ന് കാണും. അതെന്താണ്? തെറ്റായിട്ടുള്ളതാണ്. സമ്രാട്ട് എന്നാണ് പറയാ കേട്ടോ. സാമ്രാട്ട് അല്ല, സമ്രാട്ട്. അതുപോലെ തന്നെയാണ് സമകാലികൻ, സമകാലീനൻ എന്ന് കാണും. അത് തെറ്റാണ്. എങ്ങനെയാണ് എഴുതേണ്ടത്? സമകാലികൻ, സമകാലികൻ എന്നാണ് പറയാ. സമകാലീനൻ അല്ല, സമകാലികൻ. നോക്കി വെക്കണേ. ഇന്ന് 5 പദവും ഇന്ന് തന്നെ പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യന്, താഴെ പറയുന്നവയില് തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്ത്രീലിംഗ പുല്ലിംഗം ഒക്കെ ഒരുവിധം ചോദിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു പോകണം. ഏത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം, ഇതിൽ ഏതാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്? വിദ്വാൻ, വിദൂഷി അല്ലെ, അത് ശരിയായിട്ടുള്ളതാണ്. പത്നി, പതി അല്ലെ, പത്നി, പതി അതും ശരിയായിട്ടുള്ളതാണ്. മകൻ, മകൾ ശരിയാണ്. തെറ്റേതാണ്? ലേഖകൻ, ലേഖകയാണ് അല്ലെ. എന്താ ശരിക്കും? ലേഖകൻ, ലേഖിക എന്നാണ് പറയാ. ലേഖിക അല്ലെ. ലേഖകൻ എന്ന് പറയുമ്പം ഏതാ? പുല്ലിംഗമാണ്. ലേഖിക എന്ന് പറഞ്ഞാലാണ് സ്ത്രീലിംഗം എന്ന് പറയുന്നത്. അപ്പൊ ലേഖകൻ, ലേഖിക എന്നാണ് പറയാ. ഓർത്തു വെക്കണേ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു 3-4 സ്ത്രീലിംഗ പുല്ലിംഗം കൂടി നോക്കാട്ടോ. അതിലൊന്ന് ജനയിതാവ്. ജനയിതാവിന്റെ സ്ത്രീലിംഗം എന്താണ്? ജനയിത്രിയാണ്. ജനയിതാവ് എന്ന് പറഞ്ഞാൽ ആരാ? അച്ഛനാണ് അല്ലെ. അപ്പൊ ജനയിതാവിന്റെ ഓപ്പോസിറ്റ് ആണ് ജനയിത്രി, അമ്മ എന്ന് പറയുന്നത്. അച്ഛൻ, അമ്മ, അതായത് ജനയിതാവ് ജനയിത്രിയാണ്. ജനയിതാവ് ജനയിത്രി. അതുപോലെ അധ്യാപകൻ, അധ്യാപകന്റെ സ്ത്രീലിംഗ രൂപം ഏതാ? അധ്യാപികയാണ് കേട്ടോ. പലപ്പോഴും ഓപ്ഷനിൽ അധ്യാപക എന്ന് കാണാം. ചിലപ്പോ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ അധ്യാപകൻ, അധ്യാപിക എന്ന് പറയും. ഓക്കെ, അധ്യാപകൻ, അധ്യാപിക. ഗായകൻ, ഗായികയാണ്. ഗായകി എന്നൊക്കെ കാണും, കൺഫ്യൂഷൻ ആവരുത്. ഗായകൻ, ഗായിക എന്നാണ് പറയാ. ഗായിക അല്ലെ, ഇവിടെ ഒരു വള്ളി ഉണ്ട്. അപ്പൊ ഗായകൻ, ഗായികയാണ്. അതുപോലെ പൗത്രൻ, പുത്രന്റെ പുത്രനാണ് പൗത്രൻ എന്ന് പറയുന്നത്. പുത്രന്റെ പുത്രിയാണെങ്കിൽ പൗത്രിയാണ്. അപ്പൊ പൗത്രൻ സ്ത്രീലിംഗം ചോദിച്ചാല് പൗത്രിയാണ്. ഓക്കെ, പഠിച്ചെടുത്തേ. ലേഖകൻ, ലേഖിക. ജനയിതാവ്, ജനയിത്രി. അധ്യാപകൻ, അധ്യാപിക. ഗായകൻ, ഗായിക. പൗത്രൻ, പൗത്രി. ഓക്കെ അല്ലേ? ഇപ്പൊ തന്നെ പഠിക്കട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റപ്പദമാണ്. ഒറ്റപ്പദം ചോദിച്ചത് ഒഴിച്ചുകൂടാനാവാത്തത് എന്ന അർത്ഥത്തിൽ വരുന്ന ഒറ്റപ്പദം ഏത്? ഏതാണ് ഇതില് ഒഴിച്ചുകൂടാനാവാത്തത് എന്ന അർത്ഥത്തിൽ വരുന്നത്? അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അത്യന്താപേക്ഷിതം എന്ന് പറഞ്ഞു കേട്ടാൽ തന്നെ നമുക്കറിയില്ലേ, ഒട്ടും എന്താണ് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. അങ്ങനെയുള്ള അർത്ഥത്തിൽ വരുന്നതാണ് എന്ത്? അത്യന്താപേക്ഷിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒഴിച്ചുകൂടാനാവാത്തത് എന്നതിന്റെ ഒറ്റപ്പദമാണ് എന്ത്? അത്യന്താപേക്ഷിതം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് 2-3 കൂടി നോക്കാം. നിയന്ത്രിക്കാൻ സാധിക്കാത്തതിനെ നമ്മൾ എന്താ വിളിക്കുക? അല്ലെങ്കിൽ ഒറ്റപദമായിട്ട് എങ്ങനെ വിളിക്കാൻ പറ്റും? അനിയന്ത്രിതം എന്ന് പറയും അല്ലെ. നിയന്ത്രിക്കാൻ സാധിക്കാത്തത്. അപ്പൊ നിയന്ത്രിക്കാൻ, അതിന് മുന്നേ ഒരു ആ ചേർത്താൽ മതി. അനിയന്ത്രിതം. നിയന്ത്രിക്കാൻ സാധിക്കാത്തത് അനിയന്ത്രിതമാണ്. അതുപോലെ ദർശിക്കാൻ കഴിയാത്തത് അല്ലെ. ദർശിക്കാൻ എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയാത്തത് എന്താ വിളിക്കുക? അദൃശ്യം എന്നാണ് പറയാ. ദൃശ്യമാണെങ്കിൽ കാണാൻ പറ്റും. അദൃശ്യം ആ ചേർന്ന സമയത്ത് അത് കാണാൻ പറ്റാത്തതായി. അപ്പം ദർശിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ അദൃശ്യമാണ്. നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണെങ്കിൽ അത് അനിയന്ത്രിതമാണ്.
എത്തിച്ചേരാൻ സാധിക്കാത്തത് അതിനെന്താ ഒറ്റപ്പദമായിട്ട് പറയാം? അപ്രാപ്യം എന്ന് പറയട്ടെ. ഓർത്ത് വെച്ചേക്കണേ. എത്തിച്ചേരാൻ സാധിക്കാത്തതിനെ നമ്മൾ വിളിക്കുന്ന ഒറ്റപ്പദമായിട്ട് പറയുന്നതാണ് അപ്രാപ്യം എന്ന് പറയുന്നത്. അപ്പൊ എത്തിച്ചേരാൻ സാധിക്കാത്തത് അപ്രാപ്യമാണ്. ഒഴിച്ചുകൂടാനാവാത്തത് അത്യന്താപേക്ഷിതമാണ്. നിയന്ത്രിക്കാൻ സാധിക്കാത്തത് അനിയന്ത്രിതം. ദർശിക്കാൻ കഴിയാത്തതാണെങ്കിൽ ദർശിക്കാൻ അദൃശ്യമാണ്. എത്തിച്ചേരാൻ സാധിക്കാത്തത് അപ്രാപ്യമാണ്. പഠിച്ചെടുക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരീരം എന്ന വാക്കിന്റെ ശരിയായ പര്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏത്? ഇപ്പൊ ശരീരം അല്ലെ, ശരീരവുമായി ബന്ധപ്പെട്ട് വരുന്ന പര്യായ പദങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇതിൽ ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് മേനി നമുക്കറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. മേനി എന്ന് പറഞ്ഞാൽ ശരീരമാണ്. അതുപോലെ കായം, കായം എന്ന് പറഞ്ഞാലും എന്താ? ശരീരമാണ്. അതുപോലെ ഓർത്ത് വെക്കണം, ഗാത്രം, ഗാത്രം എന്ന് പറയുന്നത് ശരീരത്തെയാണ്. വപുസ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ശരീരത്തിനെ പറയുന്നതാണ്. അപ്പം ഗാത്രം, മേനി, കായം, വപുസ് ഇതൊക്കെ എന്താണ്? ശരീരത്തിന്റെ പര്യായങ്ങളാണ്. ആകൃതി, രൂപം അത് ശരീരവുമായി ബന്ധപ്പെട്ടതല്ല, അത് അതിന്റെ ഷേപ്പിന് അല്ലെ, ആ ഒരു ഷേപ്പാണ് പറയുന്നത്. എന്നാൽ അതിന്റെ പര്യായമായിട്ട് നമുക്ക് ഏതൊക്കെ പറയാം? മേനി, അതുപോലെ കായം, അതുപോലെ തന്നെ ഗാത്രം, വിഗ്രഹം, അതും ഇമ്പോർട്ടന്റ് ആണ്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരീരമാണ്. വപുസ് ഇതൊക്കെ എന്താണ്? ശരീരത്തിന്റെ പര്യായങ്ങളാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഈ 1ഉം 2ഉം ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏതൊക്കെയാണ്? ഗാത്രം, മേനി, കായം, വപുസ് ഇതൊക്കെ എന്താണ്? ശരീരത്തിന്റെ പര്യായങ്ങളാണ്. ഇനി അടുത്തത് അതിന് മുന്നേ ആയിട്ട് നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കില് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് പദങ്ങൾ കൂടി എന്ത് ചെയ്യാ? പരിചയപ്പെടാം. നമുക്ക് ഇങ്ങനെ ഒരു PYQ സെഷനിലൂടെ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ SCRT ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാം? കുറേശ്ശെയായിട്ട് പഠിച്ചു പോവാം കേട്ടോ. അതിൽ ഒന്നാമത്തേത് അപകർഷബോധം. നമുക്ക് വേണമെങ്കിൽ ഒറ്റപ്പദമായിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. എന്താണ്? താൻ മോശക്കാരനാണെന്ന ബോധം അല്ലെ. അപകർഷബോധം ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഒട്ടും കോൺഫിഡന്റ് ഇല്ലാത്ത ആളുകൾ അല്ലെ. ഞാൻ ചെയ്തത് ശരിയാവോ, അല്ലെങ്കിൽ ഞാൻ നല്ലതല്ല, അല്ലെങ്കിൽ ഞാൻ എന്താണ് നെഗറ്റീവ് തോട്ടിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളാണ് അപകർഷബോധം ഉള്ള ആളുകൾ എന്ന് പറയുന്നത് അല്ലെ. താൻ മോശക്കാരനാണെന്നൊരു ബോധം, അങ്ങനെയുള്ളതിനെയാണ് അപകർഷബോധം എന്ന് പറയുന്നത്. ഓക്കെ, അപകർഷബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? താൻ മോശക്കാരനാണെന്ന ബോധം. ഒറ്റപ്പദമായിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വേണമെങ്കിൽ ചോദിക്കും, താൻ മോശക്കാരനാണെന്ന ബോധം ഉള്ളതിനെ ഒറ്റപ്പദമായിട്ട് എങ്ങനെ പറയാം? എങ്ങനെ പറയാം? അപകർഷബോധമാണ്. ഇനി അടുത്തത് അനിവാര്യം. ഇതും ഒറ്റപ്പദമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതിനെയാണ് അനിവാര്യം എന്ന് പറയുന്നത് അല്ലെ. അതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ മുന്നേ കണ്ടത്. അപ്പൊ ഒഴിവാക്കാൻ പറ്റാത്തതിനെ അനിവാര്യം എന്ന് പറയും. തടുക്കാൻ കഴിയാത്ത അങ്ങനെയുള്ളതിനൊക്കെയാണ് അനിവാര്യം, അനിവാര്യമായിട്ടുള്ളത് അല്ലെ. ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അതാണ് അനിവാര്യമായ കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് അവാജ്യം. അവാജ്യം ഒറ്റപ്പദമായിട്ട് ചോദിക്കാം. എന്താണ്? വിവരിക്കാൻ പ്രയാസമുള്ളത്, വിവരിക്കാൻ അല്ലെ, വർണ്ണിക്കാൻ അല്ലെങ്കിൽ പറയാൻ പ്രയാസമുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ളതിന് ഒറ്റപ്പദമായിട്ട് എങ്ങനെ പറയാം? അവാജ്യം അല്ലെ. വാജ്യം എന്ന് പറയുമ്പോൾ വാചകമായിട്ട് ഓർത്തു വെക്കാലോ. അവാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരിക്കാൻ പ്രയാസമുള്ളതാണ്, വിവരിക്കാൻ പ്രയാസമുള്ളതാണ് അവാജ്യം. അതുപോലെ തന്നെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടെന്നുള്ള അവസ്ഥയാണ് അല്ലെ, നിലനിൽപ്പാണ്. ഇപ്പൊ നിലനിൽക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ടെന്നുള്ള ഒരു അവസ്ഥ, അതിനെയാണ് അസ്തിത്വം എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ഒന്ന് ഓർത്ത് വെച്ചേക്കട്ടാ. വേണമെങ്കിൽ സ്പെല്ലിംഗിലും ചോദിച്ചു കയറാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അസ്തിത്വം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആ, ഈ സ കഴിഞ്ഞ് ത, അതിനുശേഷം ത്വം ആണ് കേട്ടോ വരേണ്ടത്. അസ്തിത്വം എന്നൊക്കെ കാണാം, ഇത് തെറ്റാണ്. അസ്തിത്വം എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. താൻ മോശക്കാരനാണെന്ന ബോധം എന്താ പറയാ? അപകർഷബോധം. ഒഴിവാക്കാൻ പറ്റാത്തതിനെ അനിവാര്യം എന്ന് പറയുന്നു. വിവരിക്കാൻ പ്രയാസമുള്ളത് അവാജ്യമാണ്. ഉണ്ടെന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ നിലനിൽപ്പാണ് ഏത്? അപ്രാപ്യം എന്ന് പറയുന്നത്, സോറി, അസ്തിത്വം എന്ന് പറയുന്നത്. അപ്രാപ്യം എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ് അല്ലെ. അപ്പൊ ഇത്രയും കാര്യം എന്ത് ചെയ്യാ? ഒന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത് വാഹിനി. വാഹിനി എന്ന് പറഞ്ഞാൽ എന്താ? നദിയാണ് കേട്ടോ. നദീന്റെ ഒരു പര്യായമാണ് ഏത്? വാഹിനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രയോജനമില്ലാത്തതിനെ നമ്മൾ പറയുന്നതാണ് വ്യർത്ഥം, വ്യർത്ഥമായത് അല്ലെ. ഒട്ടും പ്രയോജനമില്ലാത്തത്. അങ്ങനെ പ്രയോജനമില്ലാത്തൊരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പര്യായമാണ് ഏത്? വ്യർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ വ്യർത്ഥമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയോജനമില്ലാത്തത്, അർത്ഥമില്ലാത്തത്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് വ്യർത്ഥം എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ തിളങ്ങുക എന്നൊരു അർത്ഥത്തിൽ വരുന്ന പദമാണ് സ്ഫുരിക്കുക അല്ലെ. സ്ഫുരിക്കുക എന്ന് പറഞ്ഞാൽ തിളങ്ങലാണ്. സ്ഫുരിക്കുക, സ്ഫുരിക്കുക എന്ന് പറഞ്ഞാൽ തിളക്കമാണ്. ഇനി സ്പഷ്ടം. സ്പഷ്ടം എന്ന് പറഞ്ഞാൽ ഈ സ്പഷ്ടത്തിന്റെ സ്പെല്ലിംഗ് പഠിച്ചു വെച്ചോളട്ടോ. ഇതൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. സ്പഷ്ടം, സ്പഷ്ടം എന്നൊക്കെ എങ്ങനെ എഴുതുക? ഇങ്ങനെയാണ് എഴുതട്ടോ, സ്പഷ്ടം. ഓക്കെ, സ്പഷ്ടം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ളതാണ്. സ്പഷ്ടം, വ്യക്തമായിട്ടുള്ളത്. സരളം എന്ന് പറഞ്ഞാൽ ലളിതമായിട്ടുള്ളത് അല്ലെ. സരളമായത്, ലളിതമായതാണ്. സ്പഷ്ടം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ളത്. സ്ഫുരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തിളങ്ങുക. വ്യർത്ഥം എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്തത്.
വാഹിനി ആണെങ്കിൽ നദി അല്ലെ, വാഹിനി എന്ന് പറഞ്ഞാല് നദിയാണ്. ഓക്കെ, അപകർഷബോധം എന്ന് പറഞ്ഞാൽ താൻ മോശക്കാരനാണെന്നുള്ള ബോധമാണ്. അനിവാര്യം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്തത്. വിവരിക്കാൻ പ്രയാസമുള്ളതിനെ നമ്മൾ എന്ത് പറഞ്ഞു? അവാച്യം, അവാച്യം എന്ന് പറഞ്ഞു. ഉണ്ടെന്നുള്ള അവസ്ഥയാണ് അല്ലെങ്കിൽ നിലനിൽപ്പാണ് എന്തെന്ന് പറയുന്നത്? അസ്തിത്വം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മലയാളത്തിലെ ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? എല്ലാവർക്കും വേണമെങ്കിൽ കിട്ടും അല്ലെ. ചക്രശ്വാസം വലിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത്യധികം വിഷമിക്കുക അല്ലെ. നമ്മൾ വളരെ എന്താ പറയുക, ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചക്രശ്വാസം വലിച്ചു എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അർത്ഥം വരുന്നതാണ് എന്ത്? ചക്രശ്വാസം വലിക്കുക എന്ന് പറയുന്നത് അല്ലെ. ശ്വാസം നിലയ്ക്കലൊന്നല്ല, ചക്രം ചവിട്ടലല്ല, ഏതാണ്? അത്യധികം വിഷമിക്കലാണ് അല്ലെ. നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, എല്ലാം കൂടി നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തല്ലേ അത്യധികം വിഷമിക്കുന്ന സമയം, അവിടെയാണ് നമ്മൾ പറയാറ് ചക്രശ്വാസം വലിക്കുക എന്ന് പറയും. അപ്പൊ അവിടെ അത്യധികം വിഷമിക്കുക എന്ന അർത്ഥത്തിലാണ് ഏത് ഉപയോഗിക്കുന്നത്? ചക്രശ്വാസം വലിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഒരു മൂന്നാലെണ്ണം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്ക. ഹരിശ്രീ കുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹരിശ്രീ കുറിക്കുക, ഒരു കാര്യം ആരംഭിക്കുകയാണ് അല്ലെ. നമ്മൾ എപ്പോഴും ഒരു കാര്യം ആരംഭിക്കുന്ന സമയത്ത് പറയുന്നതാണ് ഹരിശ്രീ കുറിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ അതിന്റെ മുന്നേ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹരിശ്രീയാണ് കുറിക്കുന്നത് അല്ലെ. ഹരിശ്രീ എഴുതിയിട്ടാണ് നമ്മൾ പഠനം അല്ലെങ്കിൽ പഠിക്കാനായിട്ട് പോകുന്നത്, അക്ഷരങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ശൈലിയാണ് എന്താ? ഹരിശ്രീ കുറിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുത്തുപാള എടുപ്പിക്കുക എന്ന് പറയുന്ന ശൈലി കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? കുത്തുപാള എടുപ്പിക്കുക എന്നൊക്കെ പറയല്ലോ. നിന്നെ കൊണ്ട് ഞാൻ കുത്തുപാള എടുപ്പിക്കും എന്നൊക്കെ പറയല്ലോ അല്ലെ. അത് അവിടെ എന്താ അർത്ഥമാക്കുന്നത്? നിന്നെ കൊണ്ട് ഭിക്ഷ എടുപ്പിക്കുക അല്ലെങ്കിൽ നിന്നെ ഞാൻ ദരിദ്രനാക്കും എന്നൊരു അർത്ഥത്തിലാണ് പറയുന്നത്. അവിടെ ദരിദ്രന്മാരാക്കുക എന്നൊരർത്ഥമാണ് ഏതിനുള്ളത്? കുത്തുവാള എടുപ്പിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത് നോക്കുക, ഗോപി തൊടുക അല്ലെ. ചില പരീക്ഷകളൊക്കെ നമ്മൾ ഗോപി തൊട്ടു പോയി എന്ന് പറയും. അവിടെ എന്താ ഗോപി തൊടുക എന്ന് പറഞ്ഞാല് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാതാവുക. ഓക്കെ, ഒരു കാര്യം പരാജയപ്പെടുക. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ഏത്? ഗോപി തൊടുക എന്ന് പറയുന്നത്. നിഷ്ഫലമായിട്ടുള്ള കാര്യമാണ്, നടക്കാത്തൊരു കാര്യം അല്ലെങ്കിൽ നടക്കാത്ത കാര്യം എന്നല്ല, നമ്മൾ ഉദ്ദേശിച്ച കാര്യം അത് പരാജയപ്പെട്ടു പോവുക. അവിടെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഗോപി തൊടുക എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഭഗീരഥ പ്രയത്നം. ഇമ്പോർട്ടന്റ് ആണ്. ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞാല് കഠിന പരിശ്രമമാണ് അല്ലെ. ഓരോ പി എസ് സി ഉദ്യോഗാർത്ഥികളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഭഗീരഥ പ്രയത്നത്തിലൂടെ വേണം നമ്മൾ ജോലി നേടിയെടുക്കാനായിട്ട്. കഠിന പരിശ്രമം വേണം, വെറും പരിശ്രമമല്ല, കഠിന പരിശ്രമം വേണം. അപ്പൊ ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞാൽ എന്താണ്? കഠിന പരിശ്രമമാണ്. പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ക്ലിയർ ചെയ്ത് തരാം. ചക്രശ്വാസം വലിക്കുക എന്ന് പറഞ്ഞാല് വളരെ അത്യധികം ബുദ്ധിമുട്ടലാണ്. ഹരിശ്രീ കുറിക്കുക എന്ന് പറഞ്ഞാല് ആരംഭിക്കലാണ്. കുത്തുവാള എടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? ദാരിദ്ര്യം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പിച്ചെടുപ്പിക്കുക, വിഷയാചിപ്പിക്കുക, ആ ഒരു അർത്ഥമാണ് കുത്തുവാള എടുപ്പിക്കുക എന്ന് പറയുന്നത്. ഗോപി തൊടുക എന്ന് പറഞ്ഞാൽ ഒരു നിഷ്ഫലമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഉദ്ദേശം ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം നിഷ്ഫലമാവുക, ഒരു കാര്യം നടക്കാതാവുക, അതാണ് ഗോപി തൊടുക എന്ന് പറയുന്നത്. ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? ഭഗീരഥ പ്രയത്നമാണ്, അപ്പൊ കഠിനമായിട്ടുള്ള പരിശ്രമമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും മലയാളം ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചെടുക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഇംഗ്ലീഷിലുള്ള 5 ക്വസ്റ്റ്യൻസ് നോക്കാം. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ബ്ലൂ ബ്ലഡ്. അപ്പൊ ബ്ലൂ ബ്ലഡ് എന്ന് പറയുന്ന ഇഡിയം എന്ന് പറഞ്ഞാൽ ശൈലിയാണ് അല്ലെ. അപ്പൊ ബ്ലൂ ബ്ലഡ് എന്ന അർത്ഥത്തിൽ വരുന്ന ശൈലി അല്ലെ, അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. അതായത് ബ്ലൂ ബ്ലഡ് എന്ന ശൈലി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ആൻ അരിസ്റ്റോക്രേറ്റ് എന്നാണ് കേട്ടോ. അരിസ്റ്റോക്രേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രഭുക്കന്മാരെന്നൊക്കെ പറയല്ലോ, ആ ഒരു വർഗത്തിൽ വരുന്നവരാണ് അരിസ്റ്റോക്രേറ്റ്, പ്രഭുക്കന്മാരാണ്. അപ്പൊ ബ്ലൂ ബ്ലഡ് എന്നാണ് അവരെ പറയാറ് കേട്ടോ. അങ്ങനെ പറയാനൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പം പ്രഭുക്കന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലെ, സാധാ ജനങ്ങളെ പോലെ ഒന്നും ആയിരിക്കില്ല. അപ്പൊ അവര് പണിയൊന്നും എടുക്കാതെ നല്ല എന്താ പറയാ, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വെയിലൊന്നും കൊള്ളാതെ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലായിട്ട് നിൽക്കുന്നവരായിരിക്കും. അപ്പൊ അവരുടെയൊക്കെ സ്കിന്നൊക്കെ ഭയങ്കര എന്താ പറയാ, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പൊ അവരുടെ സ്കിന്നിലെ ഈ പറഞ്ഞ പോലെ ഞരമ്പുകളൊക്കെ അങ്ങനെ നീല കളറായിട്ടാവും കാണാം. അപ്പൊ അവര് വിചാരിക്കുന്നത് എന്താണ്, അന്നത്തെ കാലത്തെ ആളുകള് അതില് നീല ബ്ലഡ് ആണ് പോകുന്നതെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു എന്താ പറയാ, ആ ഒരു അർത്ഥത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ബ്ലൂ ബ്ലഡ് എന്ന രീതി. അപ്പൊ ബ്ലൂ ബ്ലഡ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അവരൊരു പ്രഭുക്കന്മാരായിരിക്കും എന്ന രീതിയാണ്. അപ്പൊ ആൻ അരിസ്റ്റോക്രേറ്റ് എന്നതാണ് അർത്ഥമായിട്ട് വരുന്നത് കേട്ടോ. നമ്മുടെ ബ്ലഡ് ഒക്കെ എന്താ, റെഡ് ബ്ലഡ് ആണ് അല്ലെ. അപ്പൊ ബ്ലൂ ബ്ലഡ് ഒക്കെ ഉള്ളത് പ്രഭുക്കന്മാർക്കാണ് എന്നൊരു ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ അരിസ്റ്റോക്രേറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 3-4 കൂടി നോക്കാം. റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്മിറ്റിംഗ് എ ക്രൈം ആണ്. ഒരു ക്രൈം നമ്മൾ നടത്തുക. അങ്ങനെ ഒരു ക്രൈം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് ഏത്? റെഡ് ഹാൻഡഡ് എന്ന് പറയുന്നത് അല്ലെ. നമ്മളൊരു ക്രൈം, ഒരു കൊലപാതകം നടത്തിയെന്ന് ആലോചിക്കുക. കയ്യിലൊക്കെ എന്തായിരിക്കും? ബ്ലഡ് ഉണ്ടാവും. അപ്പൊ ഇവിടെ റെഡ് കളർ ആവും അല്ലെ. അപ്പൊ റെഡ് ഹാൻഡ് ആയി. അപ്പൊ റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മിറ്റിംഗ് എ ക്രൈം ആണ്, ഒരു ക്രൈം നമ്മൾ നടത്തിയെന്ന് ആലോചിച്ചാൽ മതി. അടുത്തത് റെഡ് ലെറ്റർ ഡേ ആണ്. റെഡ് ലെറ്റർ ഡേ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
റെഡ് ലെറ്റർ ഡേ, നമ്മളിപ്പോ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ റെഡ് കളറിൽ കാണുന്ന ആ ഒരു ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒന്നുകിൽ നമ്മുടെ മെമ്മറബിൾ ഡേ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ ആയിരിക്കും അല്ലെ. മെമ്മറബിൾ ഡേ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഏതെങ്കിലും ഡേറ്റ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ റെഡ് കളർ കൊണ്ടൊക്കെ ഇങ്ങനെ വട്ടിട്ട് വെക്കും അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആയിരിക്കും. അതും അല്ലെങ്കിൽ കലണ്ടറിൽ കാണുന്ന ചുവന്ന കളറിൽ കാണുന്ന ദിവസങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ മെമ്മറബിൾ ഡേ ആണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. അടുത്തത് എ ഹോട്ട് പൊട്ടാറ്റോ. ഹോട്ട് പൊട്ടാറ്റോ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഹോട്ട് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണ്. കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് അല്ലെ. ആ പ്രശ്നം വഷളാക്കുക, വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നമാവുക. അങ്ങനെയുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് എന്താ? ഹോട്ട് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. അപ്പൊ ഹോട്ട് അല്ലെ, പൊട്ടാറ്റോ കുഴപ്പമില്ല, ഹോട്ട് ആയിട്ടുള്ള പൊട്ടാറ്റോ ആണ്, അല്ലെ ചൂട് പൊട്ടാറ്റോ ആണ്. അവിടെ എന്താണ്? ഒരു ഇഷ്യൂ വളരെ സങ്കീർണമാവുക, എ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആവുക. ഓക്കെ, സങ്കീർണമായിട്ടുള്ള പ്രശ്നം, അതാണ് ഹോട്ട് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് അഥവാ മെമ്മറബിൾ ഡേ എന്ന് പറയും. റെഡ് ഹാൻഡഡ് ആണെങ്കിലോ ചുവന്ന കൈയായില്ലേ, ഒരു ക്രൈം നടത്തി, കമ്മിറ്റിംഗ് എ ക്രൈം ആണ്. ബ്ലൂ ബ്ലഡ് ആണെങ്കിൽ അരിസ്റ്റോക്രേറ്റ് ആണ് അല്ലെ, പ്രഭുക്കന്മാരുടെ അർത്ഥത്തിലാണ് വരുന്നത്. ഓക്കെ, അത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇഫ് ക്ലോസ് ഒക്കെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഇഫ് ക്ലോസ് ആണ്. അപ്പൊ അത്രയേറെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇംഗ്ലീഷിൽ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും ഒരിക്കലും പഠിക്കാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പരീക്ഷയ്ക്കും പോകാൻ പാടില്ല. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പഠിച്ചാൽ 1 മാർക്കാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഇത് ചെറിയ എന്താ പറയുക ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ എന്താ പറയുന്നത്? ഇഫ് ഐ ഹാഡ് നോൺ യു വേർ ഇൻ ഹോസ്പിറ്റൽ ഐ ഡാഷ് യു. നമുക്കറിയാം ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട് ഈ ഒരു സെന്റൻസിൽ ഇങ്ങനെ 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ ഇഫ് ഉള്ള ഭാഗത്ത് നോക്കിയാൽ മതി ഹാഡ് നോൺ. ഓക്കെ, ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ടെങ്കിൽ, ഹാഡ് പ്ലസ് V3, അതായത് വെർബിന്റെ മൂന്നാമത്തെ രൂപം നോ എന്ന് പറയുന്നതിന്റെ V3 ഫോം ആണ്, വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് നോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലായി, ഹാഡിന്റെ കൂടെ V3 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ രണ്ടാമത്തെ സൈഡിൽ എന്ത് വരണം? വുഡ് ഹാവ് പ്ലസ് V3 വരണം. വുഡ് ഹാവ് പ്ലസ് V3, അതായത് ഇഫുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഹാഡും വന്നിട്ടുണ്ട്, ഇത് V3 എന്ന് പറയുമ്പോൾ വെർബിന്റെ മൂന്നാമത്തെ രൂപം നോൺ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്ത് വരണം? വുഡ് ഹാവ് പ്ലസ് V3 വരണം. ഇവിടെ നോക്കൂ, ഇവിടെ എന്താ? വുഡ് വിസിറ്റ് എന്നുള്ളൂ, അപ്പൊ ഇത് വരൂല. ഇവിടെ എന്താ? വുഡ് വിസിറ്റഡ് എന്നാണ് അല്ലെ. ഇവിടെ ഒന്നും എന്ത് വന്നിട്ടില്ല? ഹാവ് വന്നിട്ടില്ല, അപ്പൊ ഇതും വരൂല. ഇവിടെ നോക്കൂ, വുഡ് ഹാവ് വിസിറ്റഡ്, നമ്മൾ പറഞ്ഞ സാധനം ഉണ്ട് അല്ലെ, വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, കൂടെ V3 എന്ന് പറയുമ്പോൾ വെർബിന്റെ മൂന്നാമത്തെ ഫോം ആണ്. വിസിറ്റ് എന്ന് പറയുന്നതിന്റെ V3 ഫോം ആണ് എന്ത്? വിസിറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, ഇത് ലാസ്റ്റത്തെ ഓപ്ഷൻ നോക്കൂ, വുഡ് ഹാവ് വിസിറ്റ് എന്നേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ വുഡും ഹാവും ഉണ്ട്, ഇതുവരെ കറക്റ്റ് ആണ്. പക്ഷെ വിസിറ്റ് എന്നാണ് കൊടുത്തത്, അത് തെറ്റാണ് അല്ലെ. കാരണം വിസിറ്റിന്റെ V3 ഫോം എന്ന് പറഞ്ഞാൽ എന്താ? വിസിറ്റഡ് ആണ്. അപ്പൊ ഇതെന്താ? തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ കറക്റ്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ. ദിസ് ഇസ് ആൻ അച്ചീവ്മെന്റ് ഡാഷ് ഐ എം പ്രൗഡ്. നമ്മൾ സാധാരണ പ്രൗഡ് ഓഫ് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ പ്രൗഡ് ഇതിന്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ ആ ഒരു സെന്റൻസിൽ ഓഫ് ഉണ്ടായിരിക്കണം, ഓർത്ത് വെച്ചാൽ മതി. പ്രൗഡ് ഓഫ് എന്നാണ് പറയാം. അപ്പൊ ഇവിടെ നോക്കൂ, ഒറ്റ അടിക്കിന് നമുക്ക് ഇത് ആൻസർ കിട്ടും. സാധാരണ ഈ ഒരു ഒറ്റ കാര്യം മനസ്സിലായാൽ തന്നെ, ഇവിടെ പ്രൗഡ് ഓഫ് എന്ന് വരണം എന്നൊരു കാര്യം മനസ്സിലായാൽ തന്നെ ഇവിടെ ഓപ്ഷൻ ഡിയിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഓഫ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ചീവ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്താ കൊടുക്കേണ്ടത്? വിച്ച് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എന്താ പറയാ? ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് ഐ എം പ്രൗഡ് എന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് ദിസ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് വിച്ച് ഐ എം പ്രൗഡ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് റിപ്പോർട്ടിൽ നിന്ന് വന്നതാണ്. റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ്. എന്താണ്? ഡോണ്ട് ടച്ച് മീ ഹി സേഡ് ടു ഹെർ. ഇതെങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും? ഡോണ്ട് ടച്ച് മീ ഹി സേഡ് ടു ഹെർ. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, ഈ ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിപ്പോർട്ട് ചെയ്തിട്ട് പറയേണ്ടത് അല്ലെ. ഡോണ്ട് ടച്ച് മീ ഹി സേഡ് ടു ഹെർ, അവൻ അവളോട് പറഞ്ഞു എന്നെ ടച്ച് ചെയ്യരുതെന്ന്. അതെങ്ങനെ നമ്മളത് റിപ്പോർട്ട് ചെയ്തിട്ട് പറയും? അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഡോണ്ട് വെച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അവിടെ നോട്ട് ടു വരണം. എന്താണ്? ഡോണ്ടിൽ വെച്ച് തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ അവിടെ എന്ത് വരണം? നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നോട്ട് ടു വരണം. ആ ഒരു ഒറ്റ കാര്യം നമുക്ക് അറിയാമെങ്കിൽ തന്നെ ഉത്തരം കിട്ടും. ഇത് നോക്കി നോക്കൂ, ഈ ഒരു ഓപ്ഷനിൽ നോട്ട് ഉണ്ടോ? ഇല്ല. ഇതിലുണ്ടോ? ഇല്ല. ഇതിൽ കിടക്കുന്നു നോട്ട്. ഇതിലുണ്ടോ? ഇതിൽ ഡോണ്ട് ആണ്, അപ്പൊ അത് വരൂല. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കിയാൽ മതി, ഇവിടെ മീ ആണ് പറയുന്നത് അല്ലെ. അപ്പൊ മീ എന്തായിട്ട് മാറും?
ഹിം ആയിട്ട് മാറും. കാരണം എന്താണ്? ഹി സെയ്ഡ് ടു ഹെർ എന്നാണ് പറഞ്ഞത് അല്ലെ. അവിടെ ഹി എന്ന് സോറി മീ അല്ല ഹി അല്ലേ, ഹി സെയ്ഡ് ടു ഹെർ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഹി എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അവൻ അവളോട് പറഞ്ഞതാണ് എന്ത്? ഡോണ്ട് ടച്ച് മീ എന്നുള്ളത്. അപ്പൊ ഇവിടെ ഹിം, ഹി എന്തായിട്ട് മാറുന്നത്? ഹിം ആയിട്ടാണ് വരിക. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, നോട്ട് ടു വരും, അതായത് ഡോണ്ട് ഉള്ളത് നോട്ട് ടു വരും, പിന്നെ അതിലെ കാര്യം ഈ ഹി ഉള്ളത് ഹിം ആയിട്ടും വരും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് ആൻസറിലോട്ടേക്ക് എത്താൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ചൂസ് ദ കറക്റ്റ് വേർഡ്. ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. മിസ്പെൽറ്റുമായി ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. മലയാളത്തിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് വരുന്ന പോലെ ഇംഗ്ലീഷിലുള്ള മിസ്പെൽറ്റ് വേർഡ് ആയിട്ട് വരുന്നതാണ്. അതിൽ സൈമിൾട്ടേനിയസ് അല്ലെ, സൈമിൾട്ടേനിയസ് എങ്ങനെ എഴുതുക കറക്റ്റ് ആയിട്ടാ? ഈ ഒരു രീതിയിലാണ് കേട്ടോ എഴുതുക. ഇതൊന്ന് എഴുതി പഠിച്ചേക്കുക. എങ്ങനെയാണ്? SIMULTANEOUS, ഇതാണ് കറക്റ്റ് ആയിട്ട്. അപ്പൊ കാണുന്ന സമയത്തൊക്കെ കൺഫ്യൂഷൻ വരും, ജസ്റ്റ് നോക്കാം. ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു 3-4 കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇതൊക്കെ എഴുതി പഠിക്കണം കേട്ടോ. സെറ്റിൽമെന്റ്, സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ 2 T വരും. ഓപ്ഷനിൽ ചിലപ്പോൾ 1 T കൊടുക്കും, അല്ലെങ്കിൽ 2 L കൊടുക്കും. അപ്പൊ മനസ്സിലാക്കുക, സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ആ ഒരു വാക്കില് 2 T ഉണ്ടായിരിക്കും, 1 L ഉണ്ടാവുള്ളൂ. അപ്പൊ സെറ്റിൽമെന്റ്, സെറ്റിൽ, സെറ്റിൽ എന്ന് പറയുമ്പോ എങ്ങനെയാ അല്ലെ? സെറ്റിൽ ചെയ്യുക. സെറ്റിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് സ്പെല്ലിങ്. അതിന്റെ കൂടെ മെന്റ് അല്ലെ, സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെപ്പറേറ്റ്, സെപ്പറേറ്റ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. സെപ്പറേറ്റ്, സെപ്പറേറ്റ്, സെപ്പറേറ്റ് എങ്ങനെ എഴുതാ? സെപ്പറേറ്റിന്റെ ഉള്ളിൽ ഒരു പാര ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ ആയിരിക്കും തെറ്റ്. സെപ്പറേറ്റ്, ഇവിടെ ഇ കൊടുക്കും, അത് തെറ്റാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി, സെപ്പറേറ്റ് എന്ന് പറയുന്ന പദത്തിന്റെ ഉള്ളിൽ ഒരു പാരയുണ്ട്, ഒരു പാര വരുന്നുണ്ട് അല്ലെ, പാര, സെപ്പറേറ്റ്. ഓക്കെ, ഇതാണ് സെപ്പറേറ്റിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാക്യൂം, വാക്യൂമിന്റെ പ്രത്യേകത അവിടെ 2 U ഉണ്ട്, അതാണ് ഇതിന്റെ വ്യത്യാസം. സാധാരണ ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലെ, 2 U ഒക്കെ വരുമോ വിചാരിക്കും. അപ്പൊ കറക്റ്റ് മനസ്സിലാക്കുക, വാക്യൂം എന്ന് പറയുമ്പോൾ അവിടെ 2 U ഉണ്ടാവും, അടുപ്പിച്ച് 2 U ഉണ്ടാവും. VACUUM ആണ് വരിക. അതുപോലെ തന്നെ സെക്രട്ടറി എങ്ങനെ എഴുതാ? സെക്രട്ടറി ഒരു കാര്യം സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ആലോചിച്ചാൽ മതി. ഇവിടെ സീക്രട്ട് എന്ന് പറയുന്ന ഒരു സീക്രട്ടിന്റെ ഒരു സ്പെല്ലിംഗ് വരുന്നുണ്ട് അല്ലെ, സീക്രട്ട്. അതിന് കൂടെ ഒരു അറി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ സെക്രട്ടറി, സെക്രട്ട് അറി, അതാണ് സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചിലപ്പോൾ വേണമെങ്കിൽ ERY എന്നൊക്കെ ഓപ്ഷനിൽ കാണും. അപ്പൊ തെറ്റിക്കരുത്, സെക്രട്ട്, സീക്രട്ട് കഴിഞ്ഞിട്ട് ഒരു അറി, ARY ആയിരിക്കും ഉണ്ടാവും. അപ്പൊ ഇത്രയും പതൊക്കെ എന്ത് ചെയ്യാവുന്ന എഴുതി വെച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മാത്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, മാത്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. നോക്കാം. ലഘൂകരിക്കുക അല്ലെ, എങ്ങനെയാണ് ചെയ്യാ? 36, ഒറ്റ സെക്കൻഡ്, കളറ്. ഓക്കെ, 36 + 9 × 2/3 - 5 സ്ക്വയർ, 5 സ്ക്വയർ വരുന്നു. ഇതെങ്ങനെയാണ് ലഘൂകരിച്ച് എഴുതുക? എങ്ങനെയാണ്? നമ്മൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബോർഡ് മാസ് റൂൾ എന്ന് പറയുന്നതാണ്. എന്താണ് ബോർഡ് മാസ് റൂൾ? ജസ്റ്റ് ഇത് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒരു ആ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിൽ എഴുതി വെക്കുക ബോർഡ് മാസ് എന്ന്. അതായത് ഈ ഒരു ക്രമത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഓരോ മാത്സിലെ പ്രോബ്ലം ചെയ്യാനായിട്ട്, ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. അതായത് ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻസിൽ എവിടെയെങ്കിലും ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം ഡിവിഷൻ, ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. ബ്രാക്കറ്റ് ഓഫ് ആണ് കേട്ടോ, ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, അത് നോക്കട്ടെ നിങ്ങൾ. ഇവിടെ അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ ആണ്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹരണമാണ്. അപ്പൊ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള കാര്യം ചെയ്യുക. അതിനുശേഷം ഹരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് അത് ചെയ്യുക. എന്നിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് അഥവാ ഗുണനം വരുന്നത്. അതിനുശേഷമാണ് അഡിഷൻ അഥവാ കൂട്ടല്, ദെൻ ലാസ്റ്റ് ആണ് കുറയ്ക്കല്. ഈ ഒരു ഓർഡർ മനസ്സിലുണ്ടാവണം. അല്ലാതെ നമ്മൾ തോന്നിയ പോലെ 36 + 9 അങ്ങ് ആദ്യം ചെയ്യാൻ നിൽക്കരുത്, തെറ്റിപ്പോകും. ഇവിടെ നമ്മൾ ആ ബോർഡ് മാസ് റൂൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യും, 36 + 9 അങ്ങോട്ട് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ ഗുണിച്ച് അങ്ങോട്ട് ചെയ്തു പോകും. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ബോർഡ് മാസ് എന്നുള്ള റൂൾ മനസ്സിലാക്കി വെക്കുക. അത് പ്രകാരം നോക്കാം നമുക്ക്. ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഇവിടെ അപ്പൊ ഏതാ ചെയ്യേണ്ടത്? ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല അല്ലെ, ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല. പിന്നുള്ളത് എന്താണ്? ഡിവിഷൻ, ഡിവിഷൻ ആണ്. ഹരണവും എവിടെ ഇല്ല. പിന്നുള്ളത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ, ഗുണനമാണ്. ഗുണനം ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ, അപ്പൊ അത് ആദ്യം ചെയ്യണം. അപ്പൊ അത് ആദ്യം ചെയ്യാമല്ലോ. ബാക്കിയുള്ളത് അതേപോലെ കൊടുക്കാം. 36 + ഇവിടെ വെട്ടി ചെറുതാക്കി കൂടെ, 3ഉം 9ഉം 3 പ്രാവശ്യം 3 × 2 6. ബാക്കിയുള്ളത് അതേപോലെ കൊടുക്കാം. ഇനി ഗുണനം കഴിഞ്ഞാൽ പിന്നുള്ളത് എന്താ? ഗുണനം കഴിഞ്ഞാൽ അഡിഷൻ അല്ലെ, കൂട്ടലാണ്. അപ്പൊ കൂട്ടാം. 36ഉം 6ഉം എത്ര വരും? 12 42 വരും. മൈനസ് 5ന്റെ സ്ക്വയർ 25 വരും. അപ്പൊ 42ന്ന് 25 കുറച്ചാൽ എത്ര കിട്ടും? 17 കിട്ടും.
ഓക്കെ, ആൻസർ 17 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഒറ്റ കാര്യം മനസ്സിലാക്കിയേ, ബോർഡ് മാസ് എന്നൊരു ഭാഗത്ത് എഴുതി വെക്കുക, എന്നിട്ട് നോക്കുക ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക, ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള കാര്യം അത് ചെയ്യുക, എന്നിട്ട് ഡിവിഷൻ എവിടെയെങ്കിലും ഹരണം ഉണ്ടോ നോക്കുക, എന്നിട്ട് അത് ചെയ്യുക. അതിനുശേഷം വേണം എന്ത് ചെയ്യുക, ഗുണനം, പിന്നീടാണ് ഗുണനം കഴിഞ്ഞ ശേഷമാണ് കൂട്ടല്, പിന്നെയാണ് ലാസ്റ്റ് കുറയ്ക്കല്. ആ ഒരു ഓർഡർ മനസ്സിലുണ്ടാവണം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് പി ക്യൂയേക്കാൾ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ ക്യൂ പിയേക്കാൾ എത്ര ശതമാനം ചെറുതാണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് മിക്കവാറും ഡിലീറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ പി ക്യൂവിന്റെ എന്നായിരിക്കും കേട്ടോ, എന്നാലേ കറക്റ്റ് ആൻസർ നമുക്ക് അതിൽ കിട്ടുള്ളൂ. പി ക്യൂവിന്റെ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ ക്യൂ പിയേക്കാൾ എത്ര ശതമാനം ചെറുതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് അല്ലെ. ശതമാനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ജസ്റ്റ് ഒരു പിയും ക്യൂ അങ്ങ് എടുക്കാം, പിയും ക്യൂ എടുക്കാം. അപ്പൊ നമുക്ക് ശതമാനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു 100% കണക്കാക്കി വെക്കണം, അപ്പോഴാണ് നമുക്ക് പലപ്പോഴും ആൻസർ ആയിട്ട് കിട്ടുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം, നമുക്ക് ജസ്റ്റ് നോക്കാം, ക്യൂ എന്ന് പറയുന്നത് 100 ആക്കി എടുക്കാം, 100 ആക്കി എടുക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കൂ, പി ക്യൂവിന്റെ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ, ഓക്കെ, അപ്പൊ പി എന്ന് പറയുന്നത് ക്യൂവിന്റെ 5 മടങ്ങ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്താ എടുക്കേണ്ടത്, ക്യൂവിനെയാണ് 5 ആയിട്ട് എടുക്കേണ്ടത്, ക്യൂവിനെയാണ് 100 ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, പീനെ 100 ആയിട്ട് എടുക്കാൻ പാടില്ല. കാരണം എന്താ, പി എന്ന് പറയുന്നത് ക്യൂവിന്റെ 5 മടങ്ങാണെന്നാ പറയുന്നത്. അപ്പൊ ക്യൂ എന്ന് പറഞ്ഞാൽ 100 ആണെങ്കിൽ പി എന്തായിരിക്കും, 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 500, 100നോട് 5 ഗുണിച്ചാൽ മതി. ഓക്കെ, അല്ലാതെ പി കൊണ്ടുപോയിട്ട് 100 എഴുതരുത്. കാരണം എന്താ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇത് തെറ്റാണ് കേട്ടോ, ക്വസ്റ്റ്യനിൽ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടാവാൻ സാധ്യത. അവർ ഉദ്ദേശിച്ചത് ഇങ്ങനെയായിരിക്കും, പി ക്യൂവിന്റെ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം, ക്യൂനെ 100 ആക്കിയിട്ട് എടുക്കുക. അപ്പൊ പി എന്തായിട്ട് കിട്ടും, 500 ആയിട്ട് കിട്ടും. കാരണം എന്താ, പി എന്ന് പറയുന്നത് ക്യൂവിന്റെ 5 മടങ്ങാണ്. ക്യൂ 100 ആണെങ്കിൽ പി എന്തായിരിക്കും, 500 ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് ഫിഗർ കിട്ടി അല്ലെ, ക്യൂ 100ഉം പി 500ഉം. ഇത് 100 ആക്കി എടുക്കാനുള്ള കാരണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ശതമാനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ 100ലേക്കായിട്ട് കണക്കാക്കി എടുക്കുക, അപ്പോഴാണ് നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമുക്ക് കിട്ടി, പിയും ക്യൂവും ഏകദേശം ഒരു കണക്കിൽ നമുക്ക് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ എന്താണ്, ക്യൂ എന്ന് പറയുന്നത് പിയേക്കാൾ എത്ര ശതമാനം ചെറുതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നമുക്കറിയാം ക്യൂ എന്ന് പറഞ്ഞാൽ 100 ആണ്, പി ആണ് വലുത് 500. അപ്പൊ ഈ ക്യൂ എന്ന് പറയുന്നത് പിനേക്കാളും എത്ര ശതമാനം ചെറുതാണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനേക്കാളും എത്ര ശതമാനം ചെറുതാണ് എന്ന് ചോദിച്ചാല് ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 4 അല്ലെ, സോറി 4 അല്ല 400 അല്ലെ, 400ന്റെ ആ ഒരു വ്യത്യാസമാണ്, അതാണ് ആ കുറവ് ഉദ്ദേശിക്കുന്നത്. അത് ശതമാനത്തിലാക്കി പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എങ്ങനെയാണ് കാണേണ്ടത്, ഈ 400 ഇതിലെ വലിയ സംഖ്യ, ചെറുതാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ വലിയ സംഖ്യ, അപ്പൊ 500 എടുത്തു. ഇത് ശതമാനത്തിലോട്ടല്ലേ, അപ്പൊ ഇൻറ്റു 100 ഗുണിക്കാം. ഓക്കെ, ഒന്നുകൂടി പറയാം, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ വ്യത്യാസം കാണും അല്ലെ. ഇത് ഇവർ തമ്മിലുള്ള എത്ര ചെറുതാണെന്നാ ചോദിച്ചത്. ഒന്ന് 100 മറ്റേത് 500 ആണെങ്കിൽ ഇതിലുള്ള വ്യത്യാസം എത്രയാ, 400. ആ ഒരു 400 ആണ് അതിൽ കുറവുള്ളത്. അത് ശതമാനത്തിലേക്ക് കാണുക എങ്ങനെയാണെന്ന് ചോദിച്ചാല് 400 ഇതിലെ ചെറുതാണ് ചോദിച്ചത് കൊണ്ട് തന്നെ അതിലെ വലിയ സംഖ്യ എടുക്കാം. അപ്പൊ 500 കൊടുക്കുക, എന്നിട്ട് ഇൻറ്റു 100 ചെയ്യാം. ഇവിടെ 100ൽ ഒരു പ്രാവശ്യം, 500ൽ 5 പ്രാവശ്യം, 5ഉം 400ഉം വെട്ടി കഴിഞ്ഞാൽ ഇവിടെ 8 വരും, 80. ആൻസർ എന്ത് കിട്ടും, 80% കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, എത്രയാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ അവിടെ എന്താ ചെയ്യേണ്ടത്, ഈ വ്യത്യാസം എത്രയാണ്, 400 അല്ലേ, 400 എത്രയാണ്, 100 ഇൻറ്റു 100 വരും. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എ ബി എന്നിവ 4:5 എന്ന അനുപാതത്തിലും ബി സി എന്നിവ 20:30 എന്ന അനുപാതത്തിലുമാണെങ്കിൽ എ സി എന്നിവ ഏത് അനുപാതത്തിലായിരിക്കും? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും എത്രയാ, 4:5 ആണ്. പിന്നെ പറയുന്നത് ബിയും സിയും എത്രയാ, 20:30. അപ്പൊ ഇങ്ങനെ വലിയ സംഖ്യകളായി കഴിഞ്ഞാല് നിങ്ങൾക്ക് അവിടെ വെട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെട്ടാം അല്ലെ, ഒരേപോലെ കിടക്കുന്നത്. ഇപ്പൊ 20ഉം 30ഉം 0 ഉണ്ട്, അപ്പൊ അതിന് എന്ത് ചെയ്യാം, നമുക്ക് വെട്ടാം. ഓക്കെ, അപ്പൊ 4ഉം 5ഉം നമുക്ക് വെട്ടാൻ പറ്റില്ല, അത് ഏറ്റവും ചെറിയ രൂപമാണ്. ഇവിടെ 40, 50 ആണെങ്കിൽ ആ 0 അങ്ങ് വെട്ടിയാൽ മതി. അപ്പൊ ഇവിടെ 20ഉം 30 അങ്ങ് വിട്ടാല് 20, 30 അല്ല, അതിലെ 0 അങ്ങ് വിട്ടാം. ഇനി ഇവിടെ ചോദിച്ചത് എന്താണ്, A:C ആണ് ചോദിച്ചത്. A:C ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്, ഇത് രണ്ടും തമ്മിൽ അങ്ങ് ഗുണിച്ച് എഴുതിയാൽ മതി. 4x2 8 വരും, 5x3 15 വരും. ഓക്കെ, അപ്പൊ A:C എന്ന് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് രണ്ടും തമ്മിൽ ഗുണിച്ചെഴുതിയാൽ മാത്രം മതി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി വേണമെങ്കിൽ ചോദിക്കുകയാണ് അവര് A:B:C ആണ് ചോദിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇവിടെ നമ്മൾ കണ്ടല്ലോ 4:5 ഇതുണ്ടല്ലോ, അതിന് താഴെ നമ്മൾ എന്ത് എഴുതണം, ഈ 2:3 എഴുതണം. ഓക്കെ, ഈ ഒരു രീതിയിൽ എഴുതാം. എന്നിട്ട് ആദ്യം ഇത് തമ്മിൽ ഗുണിക്കുക, അപ്പൊ 8 കിട്ടും. എന്നിട്ട് ഇത് തമ്മിൽ ഗുണിക്കുക, അപ്പം 10 കിട്ടും. പിന്നെ ഇതും ഗുണിക്കുക, 15 കിട്ടും. ഈ ഒരു ഫിഗർ ആയിരിക്കും A:B:C എന്ന് ചോദിച്ചാൽ വരിക. ഇവിടെ A:C മാത്രം ചോദിച്ചുകൊണ്ട് ഇത് തമ്മിൽ അങ്ങ് ഗുണിച്ചാൽ മാത്രം മതി.
ഈ A/B/C എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ എഴുതിയിട്ട് ആദ്യം ഇങ്ങനെ ഗുണിക്കുക, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. അപ്പൊ നമുക്ക് A/B/C കിട്ടും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, രാമു 36 സെക്കൻഡില് 400 മീറ്റർ ഓടുന്നു. അവന്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് എന്നാണ് ചോദ്യം. അല്ലെ, ഇവിടെ ചോദ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. വേഗതയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേഗതയുടെ ഇക്വേഷൻ എന്താ? ദൂരം ബൈ സമയമാണ്. നമ്മൾ സഞ്ചരിച്ച ദൂരത്തെ നമ്മൾ ആ സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേഗത കിട്ടും. ഓക്കെ, അപ്പൊ വേഗത എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരം ബൈ സമയമാണ്. വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ദൂരം എന്ന് പറഞ്ഞാൽ എത്രയാ? 400 മീറ്റർ ആണ് അല്ലെ, 400 മീറ്റർ ആണ്. സമയം എന്ന് പറഞ്ഞാൽ 36 സെക്കൻഡ് ആണ്. പക്ഷെ നമുക്ക് ഉത്തരം എന്താണ് ഇവിടെ, അല്ലെങ്കിൽ ചോദ്യം കറക്റ്റ് എന്താണ് ചോദിച്ചിട്ടുള്ളത്? എത്ര കിലോമീറ്ററിലാണ് അല്ലെ, അല്ലെങ്കിൽ എത്ര മണിക്കൂർ, കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം നിങ്ങള്, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റണമെങ്കിൽ അതിനെ 18/5 കൊണ്ട് ഗുണിക്കണം. ക്ലിയർ അല്ലേ? നോക്കൂ, ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 36 സെക്കൻഡ് 400 മീറ്റർ ആണ്. അതായത് മീറ്റർ പെർ സെക്കൻഡിലാണ് പറയുന്നത്. ചോദ്യം എന്താണ്? ഇത് എന്തിലാണെന്നാ ചോദിക്കുന്നത്? കിലോമീറ്റർ പെർ ഹവറിൽ എത്രയാകും എന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ 400/300 എന്ത് ചെയ്യണം? 18/5 കൊണ്ട് ഗുണിക്കണം. ഈ 18/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 400/36 ആണ്. ഇതിനെ നമ്മൾ കിലോമീറ്റർ പെർ മണിക്കൂറിലേക്ക് മാറ്റണമെങ്കിൽ 18/5 ചെയ്യണം. വെട്ടാലോ? 18 ഒരു പ്രാവശ്യം, 36 2 പ്രാവശ്യം. 18 × 2 ആണ് 36. ഇനി വെട്ടാനുള്ളത് 5ഉം 400ഉം വെട്ടിക്കൂടെ? 40 8 പ്രാവശ്യം, 8 5 40. പിന്നെ ഒരു 0 ഉണ്ട്, അതങ്ങ് കൂടെ കൊടുക്കാം. ഇനി ആരാ വെട്ടാനുള്ളത്? 2 ഉണ്ട് അല്ലെ, 2 ഇവിടെ പോയി, ഇവിടെ 80 40. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 40 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ഇതും ലഘൂകരിക്കുക. എന്താണ് ചെയ്യേണ്ടത് നോക്കാം. അതെങ്ങനെയാ ഷോർട്ടാക്കി എഴുതാം? 8 2/3 × 27 2/3. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ഇതൊക്കെ ഈ മോഡൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതെങ്ങനെ നമ്മൾ ചെറുതാക്കിയിട്ട് എഴുതുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ, ലഘൂകരിക്കുക എന്നാണ് ചോദിച്ചത്. നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, 8ഉം 27ഉം തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? എന്തായിരിക്കും? 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ന്റെ ക്യൂബാണ് അല്ലെ, അതായത് 2 × 2 × 2 2 2 4 4 2 8. 2ന്റെ ക്യൂബാണ് 8 എന്ന് പറയുന്നത്. അതുപോലെ 27 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 3ന്റെ ക്യൂബാണ് അല്ലെ, 3ന്റെ ക്യൂബ്, അതായത് 3 × 3 × 3 3 3 9 9 3 27. അപ്പൊ മനസ്സിലായി 8 എന്ന് പറയുന്നത് 2ന്റെ ക്യൂബും അതുപോലെ തന്നെ 27 എന്ന് പറയുന്നത് 3ന്റെ ക്യൂബാന്ന് മനസ്സിലായി. ഇനി മുകളിലുള്ള ആളുകൾ അതേപോലെ കൊടുക്കുക. 2/3 ഇവിടെയും അതേപോലെ തന്നെ ബ്രാക്കറ്റ് അതേപോലെ ഇടണേ, 2/3. ഇനി നമുക്കറിയാം ഇങ്ങനെ ബ്രാക്കറ്റിന്റെ അപ്പുറവും ഇപ്പുറവും വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം? ഇതിന് തമ്മിൽ ഗുണിക്കണം. അപ്പൊ അതേപോലെ തന്നെ ഗുണിച്ചെഴുതാം. 2 3 × 2/3, അതേപോലെ തന്നെ 3 3 × 2/3. നമുക്കിത് വെട്ടിക്കൂടെ? ഈ 3യും ഈ 3യും വെട്ടാം, ഈ 3യും ഈ 3യും വെട്ടാം. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് 2 മുകളിൽ 2 വരും, ഇവിടെ 3 മുകളിൽ 2 വരും. അങ്ങനെയാണെങ്കിൽ 4 × 3 അല്ലെ, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ഉം 3ഉം 4ഉം 9. ഓക്കെ, 9ഉം 4ഉം 36 വരും ആൻസർ. ക്ലിയർ അല്ലേ? ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ ബ്രാക്കറ്റും എടുത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ബ്രാക്കറ്റ് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഗുണനചിഹ്നമായി മാറും. അപ്പൊ നമ്മൾ ഗുണനചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പൊ അത് തമ്മിൽ വെട്ടാം. പിന്നെ ഉള്ളത് 2ഉം ഈ 2 മുകളിലെ 2ഉം ആണ്. അത് അതേപോലെ അങ്ങ് കൊടുക്കാം. ഇവിടെ അതേപോലെ തന്നെ 3ന്റെ മുകളിൽ ഈ 3ഉം ഈ 3ഉം വെട്ടി കഴിഞ്ഞാൽ 3ന്റെ മുകളിൽ ഈ 2 മാത്രമേ ഉണ്ടാവുള്ളൂ. അതും അതേപോലെ കൊടുക്കാം. അപ്പൊ 2ന്റെ സ്ക്വയർ 4 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്. ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുമ്പോൾ 9 4 36 കിട്ടും ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സാധാരണ ഈ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് എല്ലാതും ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ വളരെ എളുപ്പത്തിലാണ് കൊടുത്തിട്ടുള്ളത്, മാത്സ് പ്രത്യേകിച്ചിട്ട്. അപ്പം ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിലൊക്കെ നമ്പേഴ്സ് ഒക്കെ മാറ്റി കൊടുത്തിട്ട് നിങ്ങൾ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് കണ്ടെത്തിയിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.